നിശബ്ദതയ്ക്കൊരു ശബ്ദമുണ്ട്. ആ ശബ്ദം ചില തിരിച്ചറിവുകളുടെ ശബ്ദമാണ്. ഈ പ്രകൃതിയിലെ എല്ലാ മനോഹരമായ ശബ്ദങ്ങളുടെയും ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നിശബ്ദതയാണ്. സംഗീതത്തിൽ പോലും നമ്മൾ ആലോചിച്ച് നോക്കൂ, ആ സംഗീതത്തിൻ്റെ താളാത്മകത കൈവരുന്നത് തന്നെ അതിൻ്റെ ഇടയിൽ ചില നിമിഷ നിശബ്ദങ്ങളുടെ അല്ലെങ്കിൽ ദശാംശ നിമിഷങ്ങളുടെ ഒരു ശൂന്യത സൃഷ്ടിക്കുന്ന ആ പ്രതലം കൂടി ഉപയോഗിച്ചാണ് സംഗീതം അത്ര ശബ്ദായമാനമാകുന്നത്, മധുരതരമാകുന്നത്. നിശബ്ദമാകുന്നത് ഒരാൾ സമ്പൂർണ്ണ നിശബ്ദത എന്നാൽ മരണമാണ്. എന്നാൽ ചില നിശബ്ദത അത് വലിയ സന്ദേശവുമായി മാറും. ഞാൻ പറഞ്ഞു വരുന്നത് കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മലിൻ്റെ ഒരു പ്രസംഗത്തോട് അവിടുത്തെ വിദ്യാർത്ഥികൾ കാണിച്ച പ്രതികരണമാണ് ഇന്ന് വാർത്താമാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുന്നത്. ഇന്ന് പല പ്രാസംഗികർക്കും പ്രസംഗത്തിൻ്റെ പൊതുവേദികളിൽ ആളുകളെ കൊണ്ട് ആരവം മുഴക്കിക്കുന്ന ഒരു സംഗതിയുണ്ട്. അത് ചിലപ്പോൾ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ വലിയ ജനങ്ങളുടെ മനസ്സിൽ സ്വാധീനമുള്ള സൂപ്പർ സ്റ്റാറുകളൊക്കെ പറയുമ്പോൾ ജനം പ്രതികരിച്ചെന്ന് വന്നേക്കും. പക്ഷെ അതിലൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ജനങ്ങൾക്ക് കൂടി സ്വീകാര്യമായതാകണം അത് എന്ന് പറയുന്ന ഒരു പ്രത്യേകത അതിനുണ്ട്. പക്ഷെ അത് കണ്ട് ഇന്ന് ധാരാളം ഈ പ്രസംഗിക്കുന്നവർ, സ്റ്റേജുകളിൽ പ്രസംഗിക്കുന്നവർ വെറുതെ ഇതുപോലെ മനുഷ്യർക്ക് മുന്നിൽ ചോദ്യങ്ങൾ ഇട്ട് കൊടുത്തിട്ട് പറ 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 എന്ന് പറയിക്കുന്നൊരു രീതിയുണ്ട്. അത് നമുക്ക് കേൾക്കുമ്പോൾ നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്തെ 1ാം പാഠപുസ്തകത്തിലെ പറ പന പത തറ ഒക്കെയാണ് ഓർമ്മ വരുന്നത്. ഏതായാലും മോഹൻ കുന്നുമ്മലിൻ്റെ ചോദ്യം കുട്ടികളുടെ കൃത്യമായ മറുപടി. നിങ്ങൾ പാറ്റയാണോ സിംഹമാണോ? ആശാമാരെ ഈ പാറ്റായ പറഞ്ഞ് വേറൊരു ലെവലിൽ കൊണ്ടെത്തിച്ചിരിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ ചോദിച്ചു, ഞാനും കുട്ടികളുമായുള്ള വിഷയത്തിൽ അവരെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങളെ ആരേൽപ്പിച്ചു എന്ന്. ഈ പാറ്റ എന്ന് അറിയാതെ പറഞ്ഞു പോയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പോലും ചോദിച്ചു എന്നതാണ് ഒരു സ്ഥിതിവിശേഷം. അതിനെ തുടർന്ന് 4ഓ 5ഓ പബ്ലിക് മീറ്റിങ്ങുകളാണ് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിലെ ന്യായാധിപന് റദ്ദാക്കേണ്ടി വന്നത് എന്ന് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും പ്രസക്തമായ ഒരു സംഗതിയാണ് വീണ്ടും പോപ്പുലറൈസ് ചെയ്യുകയാണ്. ചെറിയൊരു സംശയം ഉണ്ടാകും. പാറ്റ അല്ല എന്ന് പറയുന്നവരല്ല എന്ന് ഉറച്ചു പറഞ്ഞേ. നിങ്ങൾ പാറ്റയാണോ കോക്രോച്ചാണോ അല്ല എന്നുള്ളവർ ഒന്ന് ഉറച്ചു പറഞ്ഞേ. ഇത് സംശയമായിട്ട് ചിലപ്പോഴും പാറ്റയാണോ ആണോ? ആ മിടിക്ക് പറഞ്ഞു. ബാക്കി എല്ലാരും കൂടെ ഉറച്ചു പറഞ്ഞേ. എല്ലാരും കൂടെ ഒന്ന് പറഞ്ഞ അല്ല എന്ന്. പോരാ പോരാ, ശബ്ദം പോരാ. മിടുക്കനായിട്ട് ഇരിക്കുമോ? ഇരിക്കുമെങ്കിൽ യെസ് എന്ന് ഉറച്ചു പറയൂ യെസ്. കുറച്ചുകൂടെ പോരെ, ശബ്ദം പോരാ, യെസ്. അപ്പോ ആ നിങ്ങളെ ഇപ്പൊ കാണാൻ കഴിഞ്ഞത് എനിക്ക് വളരെ സന്തോഷമാണ്. 2047 ഞാൻ ഉണ്ടാവുമെന്ന് ഉറപ്പില്ല. പക്ഷെ ഇന്ന് നിങ്ങളെ കാണാൻ കഴിയുന്നതും ആണ് എൻ്റെ ഏറ്റവും ഭാഗ്യം. ബഹുമാനപ്പെട്ട ഗവർണർ, നമ്മുടെ MLA, എല്ലാവരുടെയും ഏറ്റവും വലിയ ഭാഗ്യം അതാണ്. എന്നിട്ട് നിങ്ങളെ പോലെയുള്ള ആളുകളെ ചില ആളുകൾ എന്താ വിളിക്കുന്നത് അറിയാമോ? കോക്രോച്ച്, പാറ്റകൾ. നിങ്ങൾ അതാണോ? നിങ്ങൾ കോക്രോച്ച് ആണോ? നിങ്ങൾ പാറ്റകളാണോ? വിട്ടുപോകുന്നില്ല. നിങ്ങൾ ഈ നാടിന്റെ കരുത്തായ സിംഹങ്ങളാണ്. ശരിയാണോ? നിങ്ങൾ പാറ്റയാണോ സിംഹമാണോ? പല്ലിയാണ് മാക്രിയാണ്. ചെറിയൊരു സംശയം ഉണ്ടാകും. പാറ്റ അല്ല എന്ന് പറയുന്നവരല്ല എന്ന് ഉറച്ചു പറഞ്ഞേ. നിങ്ങൾ പാറ്റയാണോ കോക്രോച്ചാണോ അല്ല എന്നുള്ളവർ ഒന്ന് ഉറച്ചു പറഞ്ഞേ. ഇത് സംശയമായിട്ട് ചിലപ്പോഴും പാറ്റയാണോ ആണോ? ഉറച്ചു പറഞ്ഞേ. എല്ലാരും കൂടെ ഒന്ന് പറഞ്ഞ അല്ല എന്ന്. പോരാ പോരാ, ശബ്ദം പോരാ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ലേ? ചായ കിട്ടിയല്ലോ? നിങ്ങൾ ഈ രാജ്യത്തിന്റെ കരുത്തായ സിംഹങ്ങളാണ്, ദേവികളാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന നാളുകൾ മികവിൻ്റെതാണ്. നിങ്ങളെ ലോകത്തിന്റെ ഏറ്റവും മുന്നിൽ നിൽക്കും. അപ്പൊ അതിന് ചെയ്യാൻ ഉള്ള കാര്യം എന്താണ്? പുള്ളി വണ്ടി വിട്ടു.
അതായത് സദസ്സിൻ്റെ ഒരു സെൻസ് പോലും ഇല്ല എന്ന് സാരം. സംഗതി അവിടെ ഇരിക്കുന്നവരുടെ മൂഡ് മനസ്സിലാക്കിയെങ്കിലും അതിൽ നിന്ന് സംഗതി വിടേണ്ടതാണ്. പാറ്റ എന്നൊരു ചെറിയ പ്രയോഗമല്ല. അതിൽ രാഷ്ട്രീയ പാർട്ടികളുടെ വ്യത്യാസവുമില്ലെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ജാർഖണ്ഡിൽ കഴിഞ്ഞ ദിവസം രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്തെഴുതേണ്ടി വന്നു. ഇടപെടേണ്ടി വരും, അവരെ കേൾക്കണം. അങ്ങനെ പ്രത്യേകമായി ഏതെങ്കിലും പാർട്ടിക്കെതിരെ ഒരു നിലപാടും അവർ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് രാജ്യം ഞങ്ങളുടേതാണ്, ഞങ്ങൾക്ക് വേണം. ഏത് രാഷ്ട്രീയ പാർട്ടിയും ഏത് ഗവൺമെൻറ് ഭരിച്ചാലും ഈ രാജ്യത്തെ ഞങ്ങൾക്ക് വേണ്ടതാണ്. ഞങ്ങളുടെ മണ്ണാണ്, ഞങ്ങളുടെ പൂർവികരുടെ മണ്ണാണ്, നാളുകളിൽ ഞങ്ങളുടെ പ്രതലമാണ് എന്ന ബോധ്യത്തിൻ്റെ നിശബ്ദതയാണ് അവർ പ്രകടിപ്പിച്ചത്. അതുകൊണ്ടാണല്ലോ ചാനലുകളെല്ലാം വാർത്തയാക്കിയത്. സാധാരണ ഒരു സാമാന്യ ഞാൻ പറയുന്നില്ല. സന്തോഷം.